ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ നമുക്ക് നമ്മുടെ ചാനൽ തിരിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ കൗണ്ടർ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നു. നമ്മുടെ 18 വീഡിയോസും അവർ റീസ്റ്റോർ ചെയ്ത് തന്നു. നമ്മുടെ ചാനൽ അവർ തിരിച്ചു തന്നു. നമ്മുടെ സ്ട്രൈക്ക് അവർ തിരിച്ചെടുത്തു. ഇനി സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോസ് പ്രൈവറ്റ് ആക്കി. പക്ഷേ ഈ കാലയളവിൽ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ പഴയ വീഡിയോസ് കാണാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പുതിയ ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗോ ആൻഡ് വാച്ച് ഇറ്റ്. സംസാരിച്ച് സമയം കളയാൻ സമയമില്ല. ചാനൽ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് നമുക്ക് ബിഗ് ബോസ് സീസൺ 6ന്റെ എപ്പിസോഡ് 39 റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റുമോ? 37-ാം ദിവസം. സോറി, എനിക്ക് എപ്പിസോഡ് മാറിപ്പോയതാ. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറി. ബാത്റൂം ക്ലീൻ ചെയ്യാൻ വരുന്നില്ലേ? ഇല്ല ഇല്ലല്ലോ, ഇത് ഇന്നലത്തെ എപ്പിസോഡ് തന്നെയാണല്ലോ. ഓ, മിനിഞ്ഞാത്തെ ഇഷ്യൂ ഇതുവരെ തീർന്നില്ല. ജാസ്മിൻ പണിയണ്ട. അത് നീ കേട്ടൊന്നും കൂടെ പറഞ്ഞു. വേറൊന്നുമില്ല, കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞതിന്റെ വിധി പ്രസ്താവിക്കാത്തത് കൊണ്ട് ജാസ്മിൻ പണിയെടുക്കുന്നില്ല. ജാസ്മിൻ ബാത്റൂം ക്ലീൻ ചെയ്യല്ലേ? അൻസിബ വന്ന് വിളിച്ചു, ജാസ്മിൻ വന്നില്ല. ജിൻഡോ ചേട്ടൻ ചോദിക്കാൻ വന്നു, ജാസ്മിൻ പണിയെടുക്കില്ല എന്ന് പറഞ്ഞു. ഇത് തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അല്ല, എന്റെ സംശയം ഇവിടെ ഈ ടീമിൽ കയറിയാ ഫുൾ ടൈം ആ ടീമിലുണ്ടല്ല. അത് ചെയ്യില്ലേ? ഇല്ല, ചെയ്യില്ല. അതേ ഇപ്പൊ സിബിൻ വന്ന് ചോദിച്ചു, ജാസ്മിൻ പണി ചെയ്യില്ലേ? ജാസ്മിൻ ഇല്ല, ചെയ്യില്ല. തിന്നും കുടിച്ച് നടക്കട്ടെ, വെറുതെ കഴിച്ച് ഇവിടെ ജിൻഡോ, എന്നാ നീ ഇവിടെ തിന്നു കുടിച്ച് നടന്ന ഒരു പണി എടുക്കാണ്ട് ഉളുപ്പില്ലാണ്ട് ഉളുപ്പില്ലാണ്ട് വാങ്ങി നക്കിയിട്ട് ഒരു പണി എടുക്കണേട്ടാ. ജാസ്മിൻ ഒന്നും പറയാനും പറ്റണില്ലല്ലോ. സത്യം ഞാൻ പണിയെടുക്കണില്ലല്ലോ. ഒന്നുമില്ല. ഇവിടെ ജിൻഡോ ചേട്ടൻ എന്തോ കാര്യമായിട്ട് പറയാൻ വരുന്നുണ്ട് കേട്ടോ. നീ മാത്രമേ ചെയ്യാത്തുള്ളൂ. നിങ്ങൾ ആരും ഇത് കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് മനുഷ്യത്വമാണ് പറയുന്നത്? മനുഷ്യത്വം വെറും പട്ടിക്ക് കൊടുക്കുന്നതല്ല. ജാസ്മിനെ വിഷമിക്കണ്ട, ഏത് ജാസ്മിനും ഒരു ദിവസം വരും. പണിയെടുക്കാൻ വേണ്ടാണ്ട് തിന്നും കുടിച്ചിരിക്കാനോ വെറുതെ ഇട്ട് പോടേ. ജാസ്മിൻ ബി ലൈക്ക്, ഒരാൾ സെന്റി അടിക്കുമ്പോ തമാശ പറയുന്നോടോ. ഉദാര്യത്തിൽ കഴിക്കുന്നവർ എത്ര പേര് വീട്ടിലുണ്ട്? എവിടെയായിരുന്നു ഇത്ര നേരം? നീ വേണമെങ്കിൽ കഴിച്ച് ജീവിച്ചോളാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ? ശരിയാണോ തെറ്റാണോ? ശരിയാണെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കാൻ പോണില്ലല്ലോ, പിന്നെ എന്തിനാ ചോദിക്കണേ? കാണിച്ചു തരാം, കാണിച്ചേ. കാണിച്ചത് നീ 10 പേര് ടീം അടിക്കുമ്പോ അതൊക്കെ മോശല്ലേ? അല്ല സിബിനെ, ഈ മുട്ടിലഴിഞ്ഞു പോവാൻ ഗബ്രി എന്താ 1.5 വയസ്സുള്ള കൊച്ച? ശരി, ഒരാളുടെ വഴക്കിട്ടോണ്ടിരിക്കുമ്പോ അവിടെ ഡമ്പൽ അടിച്ച് കളിക്കുന്നോട് അർജുനെ. നമുക്ക് കാണാടാ മോനെ. ശരണ്യ ചേച്ചിയുടെ ഒരു ശബ്ദം കേട്ട കാലം മറന്നു. ഇപ്പോഴെങ്കിലും ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ഞാൻ മറന്നിരിക്കായിരുന്നു ഈ സൗണ്ട്. സീക്രട്ട് ഏജന്റ്, ഞാൻ ഇത്ര നാള് കാറിലിരുന്ന ഈ ബിഗ് ബോസ് ലൈവ് കണ്ടിട്ടുള്ളൂ. ഇനി വീടിന്റെ ഉള്ളിലിരുന്ന് കുറച്ചു നേരം 24/7 കണ്ടു നോക്കട്ടെ. സിബിനും ഗബ്രിയും കൂടി വട വട എന്ന് പറഞ്ഞിങ്ങനെ വെല്ലുവിളിച്ച് വന്നപ്പോ അഭിഷേക് അവരെ മാറ്റാൻ ചെന്ന്. ആ അടി തടയാൻ വന്നവനെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? ബട്ട് ഗബ്രി ക്യാൻ. ജാൻമോണി ഫോമിലാണല്ലോ. കളിക്കാൻ പറ്റില്ലേ? എന്ത് മതി? എന്ത് കേട്ടോണ്ടിരിക്കണ ഒരു പരിധിയുണ്ട്. അപ്സര മതിയടേ, മതി. ഒരു പരിധിയുണ്ട്, മിണ്ടായിരിക്കാൻ പറ്റില്ല. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ഗബ്രി ഇയാള് സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ മതിന്നാ അടിച്ചാണ്ടില്ല. അപ്പൊ സിബിനും ഗബ്രി ഇങ്ങനെ നേരെ ഇരുന്നോണ്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ സിബിൻ പറയുന്നുണ്ട് ഐ ക്യൂറ്റ്.
അപ്പൊ ഗബ്രി അത് ഇന്നലെ കഴിഞ്ഞടാ. അപ്പൊ ജിൻഡോ ചേട്ടൻ അവിടേക്ക് വരുന്നുണ്ട്, വഴക്ക് തീർക്കാനാന്ന് തോന്നുന്നു. സെബിന് നീ ഒന്ന് പോയി കിടന്നേ. നീ പോയി കിടന്നേ സിബിനെ. വെരി ഗുഡ്. ഓക്കെ ബോംബെയിൽ വല്ല സൈക്കാട്രിസ്റ്റിനെ കണ്ടെന്നാണ് അവൻ. അത് കൗണ്ടറായി. അതെ, നീ അതിന് വലിയ സൈക്കാട്രിസ്റ്റ് ഇവിടെ ഇല്ല. ബോംബെയിൽ സൈക്യാട്രിസ്റ്റിനെ കണ്ടിട്ട് വന്ന ആളാവെന്നൊക്കെ. കാറ്റ് എപ്പോഴും ഒരേ ഡയറക്ഷനിൽ വീശുമെന്ന് ഇവര് വിചാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കാറ്റെപ്പോഴും ഒരേ ദിശയിലേക്ക് വീശില്ല ഗബ്രി. പക്ഷെ എന്തായാലും നിന്റെ നേരം ഒരിക്കലും കാറ്റ് വീശില്ല, നിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെ വീശും. കാറ്റിന്റെ ഡയറക്ഷൻ മാറി കഴിയുമ്പോൾ കൊടുങ്കാറ്റിൽ 8-ാം ദിവസം നേരം വെളുത്തു. അഭിഷേക് ബാത്റൂമിലേക്ക് ഓടാണ്. ഹേ, ബല, 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 ബല. Wait, wait, wait. എന്താ പാടിയേ? കറക്റ്റ് ആണ്. ശ്രീരേഖ ചേച്ചി സി സമാധാനം കൊടുക്കുന്നോ? ജിനുകട എന്തത്? അപ്സര, ഇത് ആരത് ഭക്ഷണം ഇന്നലെ വെച്ച്? ജാനുവിന് രാവിലെ തന്നെ എന്തോ പറയാനുണ്ട്. ആരോ ഫുഡ് എടുത്ത് വെച്ചിട്ട് വേസ്റ്റ് ആക്കി. ഈ ഭക്ഷണം ഇങ്ങനെ വേസ്റ്റ് ആക്കി അപ്പോഴേക്ക് നല്ല മൊട്ടോർത്തായിരുന്നു. ഗബ്രിയാണ് എടുത്ത് മൂടി വെച്ചത്. പിന്നെ അവള് കഴിച്ചോല്ലോന്ന്. വേറെ ആരല്ല, നമ്മുടെ ജാസ്മിനാണ് ഫുഡ് കഴിക്കാതിരുന്നത്. ആരൊക്കെ ഇൻക്ലൂഡിങ് മീ ഡോണ്ട് ഡു. ജാനു കലിപ്പ്. കഴിക്കാൻ പറഞ്ഞോ ഞാൻ രാത്രി വന്നിട്ട്? പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കിച്ചൺ ടീം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല അഹങ്കാരം ഉണ്ടല്ലോ നിനക്ക്. ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് വേണമെന്ന്. നീ പറഞ്ഞില്ലേലെന്താ? നിന്നോട് പറഞ്ഞില്ലേ ഫുഡ് എടുത്ത് വെച്ചൂന്ന്? അപ്പൊ അത് എടുത്ത് വെച്ച ഫുഡ് എന്ത് ചെയ്യണമെന്ന് നീ തീരുമാനിക്കണമല്ലോ. പറഞ്ഞോ? ഇവിടെ ക്യാപ്റ്റൻ, നിങ്ങളുടെ ക്യാപ്റ്റൻ എടുത്ത് ശ്രീരേഖ അൻസിവ പൂജ. ഇവിടെ ആര് കെട്ടിലമ്മയാ? നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. എന്റെ പൊന്ന് ജീവിയുടെ ഒന്ന് മിണ്ടാണ്ടിരിക്കേ. രാവിലെ തൊട്ട് ശ്രീരേഖ ഇച്ചകളോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. വല്ല പറയുന്നതിൽ അർത്ഥമുണ്ടോ? എനിക്ക് വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നേരം വെളുത്ത് എണീറ്റ് വരുമ്പോ ഇങ്ങനെ കലപില കേൾക്കുന്ന ഒരു അവസ്ഥ. ഞാനൊക്കെ നേരം വെളുത്ത് എണീറ്റ് വരുമ്പോ ഒരാളുടെ സൗണ്ട് പോലും ഇവിടെ കേൾക്കാറില്ല. ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഏത് മനുഷ്യനാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അതിപ്പോ ജിൻഡോ ചേട്ടൻ വന്ന് ചോദിക്കുന്നു, നീ ആരോട് പറഞ്ഞ ഫുഡ് വേണ്ടാന്ന്? പറ, ആരോട് പറഞ്ഞ? ജാസ്മിൻ, ഞാൻ കിച്ചൺ ടീമിനോടും പറഞ്ഞു, ഞാൻ എല്ലാവരോടും പറഞ്ഞു. കിച്ചൺ ടീമിനോട് പറഞ്ഞു ഇല്ല, ആരോട് പറഞ്ഞു? ഞാൻ എല്ലാവരോടും പറഞ്ഞു. ശരി, എല്ലാരോടും പറഞ്ഞു. ചോദ്യമാണ് ജിൻഡോ ചേട്ടാ. അവള് അവരുടെ റൂമിലാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ പറഞ്ഞിട്ടുണ്ടാവൂലേ? സിബിൻ ചേട്ടൻ പറഞ്ഞു പണിയെടുക്കാതെ നീ നമ്മുടെ ഔദാര്യം കൊണ്ടാണ് ഇവിടെ ഫുഡ് കഴിക്കുന്നത്. കഴിക്കാത്തതിന്റെ റീസൺ നിങ്ങൾക്ക് പിടിയിട്ടില്ലേ? തിന്നും കുടിച്ചും പണിയെടുക്കാതെ നടന്നോന്ന് പറഞ്ഞത് കൊണ്ടാണ് ജാസ്മിൻ ഫുഡ് കഴിക്കാതിരുന്നത്. തിന്നും കുടിച്ചും നടന്നോന്ന് ഇവിടെ ആരും പറഞ്ഞു? സിബിനെ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞ ആരെങ്കിലും കേട്ടാ? ഔദാര്യത്തിൽ തിന്നും കുടിച്ചും നടന്നോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഉള്ളവരുടെ ഔദാര്യാണ്. പണിയെടുക്കണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇത് കടിക്കോ? പണിയെടുക്കണ്ടെന്ന് ആരാ ആരും പറഞ്ഞിട്ടില്ല. ജോലി ഈ ചെയ്യില്ലല്ലോ. ലോകം കണ്ട നീ ഏറ്റവും ജോലി വലിയ ചെയ്യില്ലല്ലോ. കള്ളിയാണ്. ആ തുറന്നാൽ പച്ചക്കള്ളം. സത്യങ്ങളൊന്നും ഇങ്ങനെ വിളിച്ചു പറയില്ലേട്ടാ. മുന്നിൽ നിന്ന് പോ സാത്താനെ. പോ സാത്താനെ, ദൂരെ പോ. പുച്ഛിക്കാൻ പോലുള്ള യോഗ്യത നിനക്കില്ല. എന്നാ നീ മാറി അവിടെ വല്ലതും പോയി ഇരുന്നിട്ട്. ജാസ്മിൻ പുച്ഛിച്ചിട്ട് പറയാണ്, പുച്ഛിക്കാനുള്ള യോഗ്യത നിനക്കില്ലടാ. നിനക്കില്ല. എന്നാ നീ മാറി അവിടെ വല്ലതും പോയി ഇരുന്നിട്ട്. കുറച്ച് പ്രേമം കളിക്ക്, അല്ലെങ്കിൽ കുറച്ച് കരയ്. അപ്പൊ ബിഗ് ബോസ് അകത്ത് വിളിച്ചിട്ട് കുറച്ച് ഉപദേശം തരും. പിന്നെ വെളി വന്ന് സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന പോലെ അഭിനയിക്കും. വടംവലി ബുദ്ധി ശരണി പറയണെങ്കിൽ അത്രയ്ക്ക് വന്ന ബുദ്ധിയാണ്. ശരണി ചേച്ചി നല്ല ഫോമിലാണല്ലോ. ഇവളുടെ സത്യം ഉണ്ടോ സിബിന്? അപ്പുറത്തില്ലാത്തതും ഇവിടെ ഉള്ളതും ഒരേ സാധനം. അഭിഷേക് പോളിസാരം നിന്റെ കൂടെ നിൽക്കാത്തോണ്ടാണ് കഴിഞ്ഞ ആഴ്ച നീ പുറത്തു പോയത്.
പ്രവോക്ക് ചെയ്തോ? ഞാൻ ലൈവില്ല. പുറത്തു പോയത് ജനങ്ങൾ നിന്റെ കൂടെ നിൽക്കാത്തോണ്ട്. നീ പ്രവോക്ക് ചെയ്തോ? എന്നിട്ട് വേറൊരുത്തന്റെ മൂട് താങ്ങി നിൽക്കാൻ അതെന്നിട്ട് ചിന്ത ചേട്ടൻ ബാക്കി കിടന്ന് കാണിക്കണേ. ചെയ്തോ. നീ ഡാൻസ് കളിച്ചോ, നമുക്ക് ഒരുമിച്ച് ജിൻഡോ എന്നിട്ട് വേറൊരുത്തന്റെ മൂട് താങ്ങി നിൽക്കാൻ പൊടിസാനം. ഡാൻസ് കളിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? ബട്ട് ശരണ്യൊക്കെ എന്റെ ഇടയ്ക്ക് ജിൻഡോ എനിക്ക് സ്ക്രീൻ സ്പേസ് വേണം. ശ്ശെ, വൃത്തിയോടെ പറയുന്ന സാധനം കാണാൻ ഇല്ലാന്ന. അച്ചാറുണ്ടോ നമ്മൾ? അച്ചാറുണ്ടോ? അച്ചാറെന്തിനാ സിബിന്? അല്ല ഗബ്രി അച്ചാർ ഇപ്പൊ റെഡിയാവും. അത് ശരി. ശ്രീതു അതാ പറഞ്ഞത്. ഞാൻ ബ്ലാ 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 ബ്ലാ. ശ്രീതുവിന് എന്റെ സ്പേസ് വേണോ? 30 സെക്കൻഡ് തരാം. 1 കൊളക്കോടിയാണിത്. വലിയ ആളെന്ന് വിചാരം. വായിൽ കോലിട്ട് കുത്തിയാ പോലും മിണ്ടാത്ത ശ്രീതു വരെ പ്രൊവോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഗബ്രിയുടെ വെറുപ്പിക്കലിന്റെ ആ ഒരു എക്സ്ട്രീം ലെവൽ? എല്ലാ ഭാഷയിലും ചീത്തോളിയൊക്കെ അഭിഷേക അത് ശരിയാ. മലയാളം, ഹിന്ദി, തമിഴ്. എടാ മൂട് താങ്ങാതെ സംസാരിക്കാൻ പറ്റും. അയ്യോ, ആരാ മൂട് താങ്ങിനെ കുറിച്ച് പറയുന്നേ? ജാസ്മിൻ മൂട് താങ്ങടാ നീ. അഭിഷേക് മൂട് താങ്ങുന്നത് ആരാ? ആര് പറയുന്നേ? മൂട് താങ്ങ അത് പോയിന്റ്. ഫുഡിന്റെ കാര്യം അവളോട് ചോദിച്ചുള്ളൂ, അതിന് ഗബ്രി കയറി പിടിച്ചത്. ഈ ഗബ്രീനെ അടുത്ത് ജയിലില് ജിന്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ തగ్గടിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കും, ഫുഡ് വേസ്റ്റാക്കല്ലേ? കഴിക്കും. റോക്കിയുടെ കുറവ് ഞാൻ ഇപ്പോഴാണ് അവിടെ കാണുന്നത്. ഒരു ഇടിയുടെ കുറവുണ്ടായിരുന്നു. രാവിലെ തന്നെ പ്രശ്നം ഉണ്ടാക്കല്ലേ? ഫുഡ് കഴിക്കും പ്ലീസ്. ഗബ്രി നീയും വാടാ ഭക്ഷണം കഴിക്കാൻ. ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് ഇനി ഉളുപ്പില്ലാണ്ട് എങ്ങനെയാടാ പോയിരുന്ന് കഴിക്കുന്നേ? അതുകൊണ്ട് നീ എനിക്കൊരു കൂട്ടിന് വരോ? ഗബ്രി എന്നെ കെട്ടിപ്പിടിക്കടാ. സീക്രട്ട് ഏജന്റ് എന്തിനാ കാണിക്കണേ? എന്റെ കൈ തോന്നുന്നു എന്നെ കൺട്രോൾ ചെയ്യണേ. ഗബ്രി എന്നെ കൺട്രോൾ ചെയ്യടാ. എല്ലാവരും ഒന്നിച്ച് താമസിക്കാൻ ആരംഭിച്ചിട്ട് ദിവസം കുറച്ചധികമായി. അപ്പൊ മോർണിംഗിലെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോ മോർണിംഗ് ടാസ്ക് വെച്ച് ഈ വീട്ടിൽ ഒരു വ്യക്തിക്ക് ഗിഫ്റ്റ് നൽകാൻ ഒരു അവസരം നൽകുകയാണ്. മോർണിംഗ് ടാസ്ക് ഇതായിരുന്നു. ഈ വീട്ടിൽ ഒരു മത്സരാർത്ഥിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ അതിന്റെ റീസണും പറയാം. സോപ്പ് ഉണ്ട്. ജിൻഡോ ചേട്ടനാണ് ആദ്യം വന്നത്. ജിൻഡോ ചേട്ടൻ ജാസ്മിന് ഒരു സോപ്പ് കൊടുക്കുന്നു. മര്യാദയ്ക്കൊന്ന് തേച്ച് കുളിയടയുന്നു. സ്ലേറ്റ് ആയിരിക്കും തരുന്നത്. ജാസ്മിൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ശ്രീലേഖ ചേച്ചിക്ക് ഒരു സ്ലേറ്റ് കൊടുക്കും ചേച്ചിയുടെ നിലപാടുകൾ എഴുതി വെക്കാൻ. അപ്പൊ കമ്പ്യൂട്ടർ കിട്ടും. ശ്രീലേഖ ഒരു കമ്പ്യൂട്ടർ കിട്ടുമ്പോളെ എല്ലാരും ഇപ്പൊ നല്ല ഫോമിലാണല്ലേ. ഗിഫ്റ്റ് ജാസ്മിൻ ആണ് കൊടുക്കുന്നത്. ഞാൻ ജാസ്മിൻ ഒരു സ്റ്റാൻഡ് ആണ് കൊടുക്കുന്നത്. അഭിഷേക് വന്നിട്ട് പറഞ്ഞു ഞാൻ ജാസ്മിൻ ഒരു സ്റ്റാൻഡ് കൊടുക്കുന്നു. മാഷക്ക് ജിൻഡോ ചേട്ടനെ മത്സ്യകന്യകൻ എന്നൊരു കമന്റ് വന്നു. ഡബിൾ സ്റ്റാൻഡ് ആണ് നമുക്ക് അറിയാം. ബട്ട് ജാസ്മിൻ നമ്മുടെ ജിൻഡോ ചേട്ടനെ കറുത്ത മത്സ്യ കന്യകൻ എന്ന് അഭിസംബോധന ചെയ്തു എന്നാണ് അഭിഷേക് പറയുന്നത്. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഞാനൊരു ഗോൾഡൻ സ്പൂണും ഒരു നിപ്പിൾ ബോട്ടിലും ഋഷിക്ക് കൊടുക്കും. അടയും ചക്കരയുമായിരുന്ന അർജുനും ഋഷിയും അടിച്ച് പിരിഞ്ഞിരിക്കുകയാണ്. അർജുൻ വന്ന് ഋഷിക്ക് ഒരു സ്പൂണും പിന്നെന്തോ ഫീഡിംഗ് സാധനവും കൊടുക്കുന്നാണ് പറഞ്ഞത്. ചേട്ടന് ഞാന് കൊറേ കെട്ട് ചന്ദനത്തിരി വാങ്ങി കൊടുക്കും. പൂജ വന്നിട്ട് പറഞ്ഞു ഞാൻ ജിൻഡോ ചേട്ടന് നല്ല ചന്ദനത്തിരികൾ വാങ്ങിച്ചു കൊടുക്കും. പുള്ളി സൂര്യ നമസ്കാരം ചെയ്തോട്ടേന്ന്. എന്താണ് പ്രശ്നം? അയ്യോ തമാശ. അർജുൻ ഋഷി വന്ന് തിരിച്ചു പറഞ്ഞു അർജുന് മേക്കപ്പ് റിമൂവൽ സാധനം കൊടുക്കുന്നു. ലൈ ഡിറ്റക്ടർ ആണ് വെച്ചോ. ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോ എല്ലാം വിശ്വസിക്കാം. സായി നമ്മുടെ ഋഷിക്ക് ലൈ ഡിറ്റക്ടർ കൊടുക്കുന്നാണ് പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്യണേ. ജാസ്മിൻ പറഞ്ഞു. ഇനി നമുക്ക് കോർട്ട് റൂമിലെ കുറച്ച് ഡ്രാമകൾ കാണാം. ജിൻഡോ ജാസ്മിനെ കാലെ വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞത് വലിയ എന്തോ കുറ്റമായിട്ടാണ് ജാസ്മിൻ കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല, ഒരു ദിവസം പണിയെടുത്തില്ല, എന്നിട്ട് വന്നിരിക്കുന്നുണ്ട്. എന്താന്ന് നോക്കാം. എന്താ കാലേ വാരി നിലത്തടിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നാളെ ഒരു സമയത്ത് എന്താ ബിഗ് ബോസ് വീട്ടിലെല്ലാരും ബ്ലാക്ക് ക്യാറ്റ്സ്. പുള്ളിനെ കാലേവാരി അദ്ദേഹം എന്നെ കാലേവാരി നിലത്തടിച്ചാലോ ഒരു തരത്തിൽ നോക്കുവാണെങ്കിൽ ഭീഷണിയാണ്. കാലേ വാരി നിലത്തടിച്ചേനെ അതൊരു ഫ്രേസ് അല്ലേ? നമ്മൾ പറയില്ലേ കണ്ണൂത്തി പൊട്ടിക്കും, കാലേ വാരി നിലത്തടിക്കും, അടി അടിച്ചാണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യാറില്ലല്ലോ. അങ്ങനെ പഠിക്കാൻ തന്നെയാണെങ്കിൽ അത് ഹൽക്കിനെ പറ്റുള്ളൂ. ഇങ്ങനെ ജി 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 ഇങ്ങനെ അടിക്കാൻ പറ്റും. ജിൻഡോക്ക് അത് പറ്റുന്ന എനിക്ക് തോന്നുള്ളൂ. അത് ജാസ്മിന്റെ അത്ര പൊക്കമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യമൊക്കെ അങ്ങനെ എടുക്കുക. ഇതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആയിട്ട് 2 ദിവസം ബിഗ് ബോസ് ഹൗസിൽ കണ്ടന്റ് ഉണ്ടാക്കണോടെ. ചെറിയ കാര്യം ഇത്ര വലിയ വിഷയമായിട്ട് നോറ
ഈ തൂറ്റക്കേസൊക്കെ കേട്ടോണ്ടിരിക്കാനോ? എനിക്ക് വേറെ പണിയുണ്ട്. എന്റെ സമയം വിലപ്പെട്ടതാണ്. കാലവാരി അടിക്കും, പുള്ളി വിളിച്ചതൊക്കെ ഈ വീട്ടിലെ വലിയ വിഷയങ്ങളാണ്. നോറ ആദ്യമായിട്ട് കുറച്ച് ഫാക്ട്സ് പറയുന്നുണ്ടേ. ഓക്കെ, എനിക്ക് സംഭവിക്കുന്നൊന്നും വലിയ വിഷയമല്ല. നശിപ്പിച്ച്. എടി നീ ചെയ്യേണ്ട ജോലിയാടി ഞാൻ ഇവിടെ ചെയ്യുന്നേ. വീണ്ടും ഡിസ്റെസ്പെക്ട് തന്നെയാണ്. എന്തൊക്കെ പരാതി ജാസ്മിൻ കൊച്ചിന്. ഇതൊക്കെ തന്നെ സുഖമില്ലാണ്ടായ സമയത്ത് നമ്മളെ റസ്ബിൻ എന്റെ അടുത്തൊന്ന് പറയാം. അത് കഴിഞ്ഞ് ജിൻഡോ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ജിൻഡോ ഭയങ്കര ഒരു സർക്കാസ്റ്റിക് രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞേനെ, അത് പഴയതായിരുന്നു. അങ്ങനെ കൊടുക്കേണ്ടതാണത്, താങ്കളാണ് കൊടുക്കേണ്ടത്. ഞാൻ എപ്പോഴും റസ്ബിന് കൊടുത്ത വാക്ക് ആലോചിച്ചു പോയാ. രശ്മിൻ കോപ്പ് ഏത് നേരത്താണ് ഇയാളോട് പോയിട്ട് ഇത് പറയാൻ തോന്നി. ഇന്നലെ ഇവിടെ നിന്ന് ശപിച്ചിട്ടപ്പോ എനിക്ക് ജോയിന്റ്സ് ഒക്കെ ഭയങ്കര പെയിനാണ്. അപ്പൊ ജാൻമണിയുടെ ശാപം കഴിഞ്ഞ് ഇപ്പൊ ജാസ്മിൻ ആയ ശപിക്കലിന്റെ ആള്. ഇതൊന്നും ശപിക്കും എന്നുള്ളത് മനസ്സിലായിരുന്നു. ഇരുന്നിങ്ങനെ ജിൻഡോ ചുമ്മാ സീൻ ഇങ്ങനെ ഇരുന്ന് ചൊല്ലാറുണ്ട്, ഞാൻ കാണാറുണ്ട്. ജാസ്മിൻ അവിടെ നിന്ന് സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ ജിൻഡോ ഇവിടെ നിന്ന് കോമഡി ആയിട്ട് അടിച്ചു വിട്ടാണ്. പക്ഷേ ഞാൻ പേടിച്ചിട്ട് പിന്മാറി. ശരി, എന്റെ സത്യങ്ങൾ പറയണ്ടേ? ശരി, പറയൂ. ഊക്കി കൊല്ലുന്നവളെ. ഞാൻ അപ്പൊ ക്യാപ്റ്റൻ അല്ല, അപ്പൊ അടിച്ചേനെ എന്ന് പറഞ്ഞത്. ഇപ്പൊ അടിക്കുമെന്നല്ല. ജിൻഡോ ചോദിക്കാണ്, എന്താ കാലേ വാരടിക്കാൻ? ഞാൻ എന്താ സൂപ്പർമാനാ? ഞാൻ സൂപ്പർമാൻ ആണോടെ? ഇവിടെയൊക്കെ കാലേ മാറ്റി നിലത്തടിക്കാന്ന് പറഞ്ഞാ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ? ഇപ്പൊ പറഞ്ഞൊരു അലിഗേഷൻ ആണ്. എന്തെങ്കിലും സാക്ഷി ഉദ്ധരിക്കണ്ടെന്ന് ജാസ്മിന് എന്താ ഇളകിയോ? ജിൻഡോ ക്യാപ്റ്റൻ ആവുന്നതിന് മുൻപാണ്. ജിൻഡോ ക്യാപ്റ്റനോ? അദ്ദേഹത്തിനോട് ടാസ്ക് ലെറ്റർ അകത്ത് കൊണ്ടുവെക്കാൻ എനിക്ക് പറയണ്ട. എന്ത് പുനടാവേ, ഇതൊക്കെ ഒരു റീസൺ ആണ്. കാക്കേനെ പറപ്പിച്ചു വിടുന്നു. പറ്റോ? നോട്ട് ദ പോയിന്റ്. ആർക്കാണ് വോട്ട് കൊടുക്കുന്നത്? അങ്ങനെ ജിൻഡോന്റെ ശിക്ഷ വോട്ടിംഗിൽ ഇട്ടു. അപ്പൊ ആരൊക്കെ വോട്ട് ചെയ്ത് നോക്കാം. ഞാൻ ജിൻഡോയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. ഭീഷണിയുടെ പോലത്തെ ഒരു വേർഡ് ആയതുകൊണ്ട് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും. എടീ, ഈ ജാസ്മിൻ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നവർക്കൊന്നും ഒരു ബോധമില്ലടേ. ജിൻഡോ കുറ്റക്കാരെല്ലാം തെളിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും അങ്ങനെ 8-7 എന്നുള്ള ഭൂരിപക്ഷത്തിൽ ജിൻഡോ വോട്ടിംഗിൽ വിജയിച്ചു. അങ്ങനെ ജിൻഡോനെ പവർ ടീം കുറ്റവിമുക്തനാണ്. ഉപയോഗിക്കാൻ പാടില്ല എന്ന് ജാസ്മിൻ 3Gలో ദൈവമേ. ഒരു ചർച്ചകളോ ഒരു പരസ്യ പ്രസ്താവന. ജാസ്മിന്റെ എക്സ്പ്രഷൻ എന്നിട്ട് അറിയോ? കണ്ടില്ല ജനങ്ങളെ, ഇവരെന്നെ ഒറ്റപ്പെടുത്തുകയാണ്. പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യൂ, ഗബ്രിയെയും. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ നോറ കിടന്നുറങ്ങി. അപ്പൊ സിബിൻ വന്ന് പറഞ്ഞു, നോറ നീ ഇപ്പൊ വന്ന് അവരോടൊരു മാപ്പ് പറഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ തീരും. ഇതിൽ പൊതുമാപ്പ് പറഞ്ഞാൽ നമുക്ക് ഈ സീൻ വിടാം. നീ ഇവിടെ കിടന്നാൽ നിനക്ക് ശിക്ഷ തരേണ്ട വരും. എന്താണെന്ന് നീ തീരുമാനിക്കാം. നോറ, എനിക്കിപ്പോ ഒരു മൂഡില്ല ചേട്ടാ, ഞാൻ പറയില്ല ഇപ്പോ. എന്നാ മോളെ ഇവിടെ കിടന്നു കേട്ടോ. കിലുക്കത്തിലെ രേവതിയെ പോലെ അതുപോലെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഉറങ്ങിക്കിടന്ന നോറയ്ക്ക് ശിക്ഷ കൊടുക്കുകയാണ്. കിലുക്കത്തിലെ രേവതിയുടെ പോലെ ഡ്രസ് ഇട്ട് സംസാരിച്ച് നടക്ക്. രേവതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നടക്ക്. രേവതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കിലുക്കത്തിലെ രേവതിനെ അറിയില്ലാന്ന്. ഹാപ്പി ആയിട്ട് നിന്റെ രീതിയിൽ ഋഷി പറയണ ഹാപ്പി ആയിട്ട് ചിരിച്ചു കളിച്ച് നടന്നാൽ മതി. ഹാപ്പി അല്ല നോറ, ഞാൻ ഇപ്പൊ ഹാപ്പി അല്ല, പിന്നെ ഹാപ്പി ആയിട്ട് നടക്കും. പലരും കിടന്നിറങ്ങിയ സമയത്തൊന്നും ഇങ്ങനെ ശിക്ഷകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ വീട്ടില്. നോറ സീനാക്കി ഇതിന് മുമ്പുള്ള ആൾക്കാർക്കൊന്നും ശിക്ഷ കൊടുത്തിട്ടില്ല എന്നാണ് നോറ പറയണത്. ആരാ നോറ ശിക്ഷ കൊടുക്കാത്ത ആളെന്ന് പേര് പറ. ഞങ്ങൾ ശിക്ഷ കൊടുത്തതോ? ഇപ്പൊ ഓക്കെ, പേഴ്സണൽ ഗ്രഡ്ജ് ഒട്ടും ഇല്ലാത്ത കാര്യമാണ് എടുത്തിട്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും കിടന്നിറങ്ങുന്ന ആളാണ് ക്യാപ്റ്റന്. ഞാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാൻ ഓറ, നീ എന്തിനാ കിടന്ന് ഈ ഒച്ച ഇതാക്കുന്നത്? എന്നോട് പാത്രം കഴുകാനൊന്നുമല്ലല്ലോ പറഞ്ഞ. കിലുക്കത്തിന് രേവതിയുടെ പോലെ ഡ്രസ് ഇട്ട് കിടക്കാൻ പറഞ്ഞു. സ്ക്രീൻ സ്പേസ് കിട്ടാനുള്ള നല്ലൊരു അവസരമായിട്ട് നിനക്ക് കണ്ടൂടെ? ജിന്റെ ഇപ്പൊ ഫുള്ളൊരു കോമഡി ലൈൻ പിടിച്ചേക്കാം. മൈന്ദ, നീ മൈന്ദ. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? കഴിഞ്ഞ ലാലേട്ടന്റെ എപ്പിസോഡിന് ശേഷം ജാൻമണി ഭയങ്കര ഡീസന്റാ. ജാൻമണിയുടെ വായയിൽ കോലിട്ട് കുത്തിയാ പോലും ജാൻമണി മിണ്ടൂല. പണ്ടെങ്ങാനും ആയിരുന്നെങ്കിൽ നോറയെ ഇപ്പൊ ശപിച്ച് ഭസ്മമാക്കിയാലും ജാൻമണി. നാണുണ്ടോ നിങ്ങക്ക്? എന്ത് പോണ്ട്? നാണുണ്ടോ നിങ്ങക്ക്? ശ്രീദേവി ചേച്ചി, എന്താ രസം ഇവിടെ കിടന്നിട്ടൊക്കെ കേട്ടോണ്ടിരിക്കാൻ.
വേറെ ആർക്കും പറ്റും? കുഞ്ഞാമ്മ പാല് അത് ശരിയാ, കുറച്ച് ദിവസമായിട്ട് ജാസ്മിനും നോറയും ഭയങ്കര കമ്പനിയാണ്. ജിൻഡോ ബ്രേക്ക് ഡാൻസ് കളിക്കാൻ തുടങ്ങിയ. ഇത് ബോച്ചയുടെ ഡാൻസ് അല്ലേ? എന്റെ മോനെ ഇപ്പൊ കോണ്ടന്റിന്റെ പെരുമാടിയാണ് ബിഗ് ബോസ് വീട്ടില്. നോറ, ഞാൻ കഷ്ടപ്പെട്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുമ്പോ ഇയാൾ അതിൽ വന്ന് സ്ക്രീൻ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വിഷമാവില്ലേ? നോറയുടെ മുഖത്തുനിന്ന് ഇത് നമുക്ക് വായിച്ചെടുക്കാം. റൂമിൽ അഭിഷേകം നന്ദിനി അടി. എടാ ഇന്ന് എന്താണ് അടിയുടെ പെരുന്നാളാ? നീ ആദ്യം ഒന്ന് നട്ടല് നിവർത്തി നിക്ക. നട്ടല് നിവർത്തി എന്നുള്ള വാക്ക് നീ എന്നോട് സംസാരിക്കരുത് നന്ദന. നിനക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ. രശ്മിനെ ഇത് ഉണ്ടയുടെ വിജയം. ഏതുണ്ടേനാറാ? രതീഷന്റെ ജസ്ലിൻ, നീ ഒന്ന് പോയടി. ഞാനിവിടെ ചട്ടി ക്ലീൻ ചെയ്യണം. എപ്പോഴാണ് അവിടെ ഉണ്ടാ? അയ്യോ എനിക്ക് സന്തോഷം കേട്ട് നിക്കാൻ വയ്യ. നിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് നടക്കാനുള്ള ഇപ്പൊ കരയും. ആരടി കരഞ്ഞേ? നീ വിളിച്ച് പറയണ മുത്തേ, ഞാൻ സപ്പോർട്ട്. നകടന്ന് കളിക്കുമോ? നകടന്ന് കളിക്കും. എന്റെ മോന് ഇതൊക്കെ എവിടുന്ന് വരുന്നടാ? എന്താ പ്രശ്നം? നോറത്ത് ഭയങ്കര ഹാപ്പിയായി. എന്ത് സന്തോഷം. കാരണം എന്താ? ജിൻഡോ, എന്താ കാരണം? നിങ്ങളുടെ അടിയുടെ കാരണം എന്താ? സൂക്കേട് എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞു നന്ദിനെ. എന്താ കാരണം? എന്താ മോനെ കാരണം പറയണേ? എന്താണ് കാരണം? ചുമ്മാ പൂമാനമേ എന്നുള്ള പാട്ട് പാടി തന്നു. ഞാൻ ചുമ്മാ പൂമാനമേ എന്നുള്ള പാട്ട് പാടി. അപ്പൊ ഇവള് പറഞ്ഞു ഇവളെ അർത്ഥം വെച്ചാണ് ഞാൻ പൂമാനമേ എന്നുള്ള പാട്ട് നല്ല പാട്ടല്ലേ? അതിനെന്താ പാടി തന്നു? സ്വാഭാവികം, തോന്നാതിരിക്കാൻ വഴിയില്ല. ഇല്ലാത്ത കാര്യം പറയരുത്. ഞാൻ തുമ്മിയ കാര്യം പറഞ്ഞിട്ടില്ല. ഷീ എന്ന് കാണിക്കുമ്പോ കരയുന്ന ഞാൻ പറഞ്ഞത്. ജാക്കറ്റ് തരണേ. അത് ശരി. തള്ളി കിടക്കുമ്പോഴേ മാടമ്പള്ളിയിലെ മനോരോഗി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ജാസ്മിൻ അല്ല. നിങ്ങൾ രണ്ടാക്കും മതിയെങ്കിൽ നിർത്ത്, വീണ്ടും തുടങ്ങും. ജിൻഡോ, രണ്ടുപേർക്കും മതിയെങ്കിൽ നിർത്തുക, അല്ലെങ്കിൽ ആദ്യം തൊട്ട് കൂടി തുടങ്ങാം. ഇങ്ങനെ ആളുകളെ ക്യാമറ വന്നിട്ടുണ്ടല്ലോടെ. ഞാൻ രേവതിയായിട്ട് കുറെ സത്യങ്ങൾ പറയാം. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എനിക്കൊരു മോയ് ഞാൻ ഇവളെ പൂമാനമേയും ഞാൻ പാടും. പാടിക്കോ. നീ പാടിക്കോട്ടെ. നമ്മുടെ നോറ രേവതിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് ഇവിടെ പറ്റി എന്താ പറഞ്ഞത്? ചേച്ചി ഭയങ്കര മാനസിക പരിഗണന. എന്താണ് മാനസിക പരിഗണന? മച്ചിലിട്ട് പൂട്ടിയില്ലേ സിബിൻ പുല്ല്. ഇവൾക്ക് ഇത് കൊടുക്കണ്ടായിരുന്നു ടാസ്ക്. ഇതെന്താണ് ഈ ഡെൻ റൂമിൽ കയറി കഴിഞ്ഞ പിന്നെ ആരോ മഞ്ഞക്കട്ടിൽ നിന്ന് ഇറങ്ങില്ലേ? സൂപ്പർ പവർ ടീം. ഇത്രയും ജാസ്മിനും നോറയും ഇപ്പൊ അടയും ചക്കരേ. എന്താ സ്നേഹം. അതൊക്കെ ഓക്കെ. ശരണിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഓക്കെ, നിനക്ക് അത് തോന്നിയത് ഓക്കെ. നിന്റെ വിചാരം എന്താ ബ്രി? എന്റെ മോനെ ജാൻ ഇത്ര പെട്ടെന്ന് ഡീസന്റ് ആയി. എന്താ നല്ല സ്വഭാവം. നോറയുടെ ഡാൻസോട് കൂടി കിൽക്കത്തിലെ രേവതിയുടെ സംഭവം ഇവിടെ അവസാനിക്കുന്നു. ഇത്ര ഫേക്ക് ആയിട്ടുള്ള ആളുകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേ വന്നിരിക്കുന്നു. ആ ആദ്യം അവിടെ നിന്ന് പുറത്താക്കേണ്ടത് നിന്നെയാ. പവർ ടീമിന് ഇത്തിരി ഓവർ കോൺഫിഡൻസ് വന്നത് കൊണ്ട് ബിഗ് ബോസിനോട് പറഞ്ഞു മെയിൻ ഡോർ ലോക്ക് ചെയ്യുക. പവർ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്യുക. പവർ റൂം ലോക്ക് ചെയ്യുക. ഞാനൊരു കാര്യം പറയട്ടെ, ഡോർ ലോക്കായി, ഓപ്പൺ ചെയ്ത് നോക്ക്. ബിഗ് ബോസിന് നോക്കിയപ്പോ ബിഗ് ബോസ് തിരിച്ചൊരു നല്ല മുട്ട പണി കൊടുത്തു. വീട്ടിലെ എല്ലാ ഡോറുകളും ഓപ്പൺ ചെയ്യുക. 3G പ്രധാന വാതിൽ തുറക്കുക. എല്ലാ ഡോറും ലോക്കായി. പവർ റൂമിന്റെ അധികാരം വെച്ച് പറയണു
എടാ മണ്ടൻ ഋഷി, ആരെങ്കിലും ബിഗ് ബോസിനോട് പവർ റൂമിന്റെ അധികാരം വെച്ച് പറയുന്നു എന്ന് പറയോ? പ്ലീസ്. ബിഗ് ബോസ് പവർ റൂം പറയാണ്, ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ഒന്ന് തുറന്നിട്ടാ. പവർ റൂമിന്റെ മെയിൻ ഡോറിന്റെയും അവരുടെ അങ്ങനെ പവർ റൂമിൽ എല്ലാവരും വന്ന് തുറക്കൂ അടയ്ക്കൂ എന്നൊക്കെ പറഞ്ഞു. ബിഗ് ബോസ് തുറന്നു കൊടുത്തില്ല. നാട്ടുകാരൊക്കെ കൂടുന്നുണ്ട്. പവർ ടീം നാട്ടുകേസാവും, പ്ലീസ് അൺലോക്ക് ചെയ്യോ, അവരൊക്കെ ഞങ്ങളെ കളിയാക്കും, അതുകൊണ്ടാണ് തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണില്ല. സായി ഇത് വന്ന് നമ്മുടെ ജാസ്മിന്റെ റൂമിൽ അറിയുകയാണ്, എല്ലാ റൂമും പൂട്ടിയിട്ട് അവരവിടെ അകത്തിൽ ഇട്ട് കിടക്കുക, നിങ്ങൾ ഒന്ന് കളിയാക്കുമോ? ചുമ്മാ ഗബ്രിയും ജാസ്മിനും ബെഡിൽ നിന്ന് എണീക്കോ? ഇവരൊക്കെ മണ്ടന്മാരാണ് ഇത് കിട്ടി പൂട്ടാൻ. അവര് പൂട്ടി നോക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, പൂട്ടി. അനാവശ്യമായിട്ട് ശ്രീതു അവര് പൂട്ടി നോക്കാൻ പറഞ്ഞിട്ടുണ്ടാവും, പൂട്ടി. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ ബിഗ് ബോസ് ദുരുപയോഗം ചെയ്തു. ഗബ്രിയുടെ നിഗമനം അനാവശ്യമായിട്ട് പവർ മിസ്യൂസ് ചെയ്തുകൊണ്ട് ബിഗ് ബോസ് പണി കൊടുത്തതാ. നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ സദയം ക്ഷമ ചോദിക്കുന്നു. തുറന്നില്ല, അവര് കഷ്ടപ്പെട്ട് കാല് പിടിച്ച് തുറന്നിട്ടും ബിഗ് ബോസ് റൂം തുറന്നില്ല. അവർ തെറ്റാണ് ചെയ്തത്, ക്ഷമിക്കാം. ക്യാപ്റ്റന്റെ റിക്വസ്റ്റ് ആണ്. അവസാനം ജിൻഡോ വന്ന് ക്യാമറയിൽ നോക്കി പറഞ്ഞു, ബിഗ് ബോസ് ഒന്ന് തുറന്നു കൊടുക്കുക, ക്യാപ്റ്റനോട് അവര് ക്ഷമ ചോദിച്ചൊന്ന് തുറന്നു കൊടുക്കുക, പാവങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് ഡോർ തുറന്നു. അത് എല്ലാ ദിവസവും പറ്റുള്ളതാണ് അത്. ജിൻഡോ ചേട്ടൻ ടാസ്ക് തുടങ്ങാറായി, അതിന്റെ പ്രിപ്പറേഷന് വേണ്ടി കാലിൽ ക്രീമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തരെ കോപ്പി അടിക്കാം, സ്വന്തമായിട്ട് ഒരു തേങ്ങയില്ല. നോറ കോപ്പി അടിക്കാം, ഓരോരുത്തരെ കോപ്പി അടിക്കാം, സ്വന്തമായിട്ട് ഒരു തേങ്ങയില്ല. കോപ്പി അടിച്ച് എത്ര ദിവസം വരെ ഇവിടെ പോകുന്ന ആർക്കറിയാം? ഒരു സദ്യ നിനക്ക് റിപ്ലൈ വേണ്ടേ? ഇപ്പൊ തരാം. ആർക്കറിയാം? ഒരു സദ്യ നോറ അങ്ങനെ ഇല്ലാണ്ടായി. കഥ തുറന്നിട്ട് ഇല്ല ഇതല്ല അവളല്ല കഥ തുറന്നിട്ട് ഈ ഡയലോഗ് പിന്നീട് ഞാൻ തുറക്കുന്നത്. അഭിഷേക് പറയണ്, എടി നോറെ ഡയലോഗ് നീ പിന്നെ അടക്കി, ആദ്യം ആ ഡോറൊന്ന് തുറന്നിട്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും ബോധം കെട്ട് വീഴും. അടയ്ക്കല്ലേ മനപ്പൂർവ്വം ഫാർട്ട് ചെയ്തു. ഫാർട്ടാ ഫ്ലൂട്ട് എന്നാണോ? അല്ല ഫ്ലാർട്ട്, ഫാർട്ട്. ശരിക്കും ചെയ്തു എന്നൊക്കെ. ഒരു കാര്യം ചെയ്തിട്ട് ഇതാണ് എന്റെ മറുപടി. ശരിക്കും അങ്ങനെ വിടുകൂടൂ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിടുവരും. നീ ജിൻഡോന്റെ കണക്കെടുത്തോണ്ടിരിക്കുക. ജാസ്മിൻ അത് ഫുഡ് കഴിച്ചൊരു സാധനമാണ്, അത് പാസ്റ്റ് ആണ്, നിനക്ക് അതിൽ പരാതി കൊടുക്കാൻ പറ്റൂല. ഞാൻ ഔട്ടായി കിടക്കി. എന്റെ ജാസ്മിനെ, ഇതിന്റെ പേരിൽ വഴക്കിടാൻ എനിക്ക് പറ്റൂല. ഇത് ചെന്ന് ചോദിക്കുമ്പോ തന്നെ എനിക്ക് ചിരി വരും. ജാസ്മിന്റെ ഒക്കെ പിണക്കൊക്കെ മാറി നോക്കിയേ, അതാണ് ടീം കറക്റ്റ്. കണ്ടില്ലേ, ഞാനൊരു വളി വിട്ടപ്പോ അവരുടെ പിണക്കം മാറി. പുറത്തുനിന്ന് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വന്ന ടീമായിരിക്കണം. ഇതാണ് ഇവര് പുറത്തുനിന്ന് പ്ലാൻ ചെയ്തു വന്ന കറക്റ്റ് ടീം. എല്ലാരും ഒരു റൂമിലുണ്ട്. നോറ ഒരു സുഖത്തുണ്ടായില്ല, പോടമന്നി. വാഴച്ചോട്ടെങ്കിൽ വാഴച്ചോട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഡെൻ റൂമിൽ ഇരിക്കുന്നവര് പുറത്തുള്ളവർക്ക് ഡബ് ചെയ്യാണ്. ഒന്ന് കണ്ടിട്ട് വരാം. പല്ലിന്റെ ഇടയിലിരിക്കണ ചിക്കൻ കിട്ടുന്നില്ലല്ലോ, ഒരു ഈർക്കലി കിട്ടിയിരുന്നെങ്കിൽ. ഏത് വള്ളി പിടിക്കും? വള്ളി പിടിക്കുന്നല്ലേ, വളിക്ക് എങ്ങനെ പ്രതികാരം കിട്ടും? തന്ന വഴിക്ക് ഞാൻ എങ്ങനെ പ്രതികാരം കിട്ടും? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഇവിടുത്തെ ശ്രീരേഖ, പിന്നെ അയാൾക്ക് വളി വിടണ്ടേ? അയാൾക്ക് വളി വിടണ്ടേ? മോനെ വടിവിട്ട കൊതത്തെ ശങ്കിക്ക വേണ്ട, മണലിട്ട് തുടച്ചാൽ അവലിട്ട് തിന്നാം. എടി നോറെ, നീ ഒന്നും മിണ്ടാതിരിക്കണേ, ഞങ്ങൾക്ക് ചിരിക്കാൻ വയ്യാന്നൊക്കെ. പബ്ലിക്കിൽ വളിവിടാൻ പാടില്ല. സിബിൻ വന്ന് നോറയോട് പറയാണ്, നീ അറിയാണ്ട് കുറെ വരും. എടി ഈ കേസ് പിടിക്കില്ലേ, ഇത് നാട്ടു കേസാവും. പറയണമെന്നുണ്ടെങ്കിൽ സോറി പറഞ്ഞ് ഒഴിവാക്കുന്നതാണ് നല്ലത്. പൻസിബ് വന്ന് ചിന്തോ ചേട്ടന് ബുദ്ധി പറഞ്ഞു കൊടുക്കാണ്. ചിന്തോ ചേട്ടാ,
അതറിയാണ്ട് പോകും, സ്വാഭാവികം. പക്ഷെ കിട്ടിയോന്ന് ചോദിച്ചത് ശരിയല്ല. അപ്പൊ അതിനൊരു സോറി പോയി പറഞ്ഞേക്ക്. വെറുതെ എന്തിനാ വള്ളി പിടിക്കുന്നത്? ഞാൻ നീ അവിടെ കിടന്ന് ടീർ ചെയ്തപ്പോ എന്റെ അറിയാണ്ട് പോയതാ. അപ്പൊ ജിൻഡോ ചേട്ടൻ നമ്മുടെ സിബിനെയും കൂട്ടി വന്ന് നോറയോട് മാപ്പ് പറയാണ്. എനിക്ക് അറിയാണ്ട് പോയതാണ് നോറ, പക്ഷെ ഞാൻ കിട്ടിയോന്ന് ചോദിച്ചത് മോശമായി പോയി. റിയലി സോ. എനിക്ക് അങ്ങനെ ഫീൽ ഉള്ളതാണ് ജിൻഡോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളതാണ്. ഞാനും കണ്ടിട്ടുണ്ട് പുള്ളി ഈ പരിപാടി സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അപ്പൊ സിബി പറയണേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട് പുള്ളി ഇത് വിടണതേ. അതുകൊണ്ട് പറഞ്ഞ പുള്ളിക്ക് ഈ സ്വഭാവം ഉള്ളതാ. എന്റെ മോനെ. കരകാട്ടം അടുത്തത് ടാസ്ക് ആയിരുന്നു. വേറൊന്നുമല്ല, കയ്യിലും തലയിലും ഇങ്ങനെ കലം വെച്ചിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്ത് പിടിക്കുക. ഏത് ടീമിന്റെ മെമ്പർ ആണോ ഏറ്റവും കൂടുതൽ നേരം ഇത് പിടിക്കുന്നത് ആ ടീം വിജയിക്കും. ആര് ജയിക്കും? അങ്ങനെ ഓരോരുത്തരായിട്ട് ഔട്ടായി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് അഭിഷേകിനോട് പോയി എന്ന് പറഞ്ഞ് ജാസ്മിൻ അവനെ ഔട്ടാക്കി. അവസാനം നമ്മുടെ സീക്രട്ട് ഏജന്റും അഭിഷേകും ഗബ്രിയും ബാക്കി വന്നു. അവർ തമ്മിലുള്ള പോരാട്ടമാണ് കണ്ടുനോക്കാം. രശ്മി വന്നിട്ട് അടുത്ത അഭിഷേകിനോട് പറയുന്നുണ്ട്, കൈ താന്നു എന്തുവാട്? നീ അപ്പുറത്തേക്ക് നോക്കിയേ, അത് പെൻഡല്ലേ. അങ്ങനെ വാശിയേറിയ മത്സരത്തിൽ നമ്മുടെ സായിയുടെ ടീം വിജയിച്ചു. ഗബ്രിയുടെ ടീമിന് സെക്കൻഡ് കിട്ടി. ബിഗ് ബോസ് ഇതൊന്നും ഇവിടെ നടക്കില്ല. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശിക്ഷാർഹമാണ്. ടോക്സിക് പീപ്പിൾ, ബ്ലഡി ടോക്സിക് പീപ്പിൾ. നിങ്ങൾ സിഗ്നൽ വന്നാ പോരായിരുന്നോ? അനൗൺസ് ചെയ്യണമായിരുന്നോ? അതെ, ഇപ്പൊ സിബിൻ മൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. സിബിൻ മൈക്ക് തരികയോ. അപ്പൊ സിബിൻ ബിഗ് ബോസ് രഹസ്യമായിട്ട് വിളിച്ച് പറഞ്ഞാൽ പറയണ നാട്ടിക്കലായിരുന്നു. അത് കഴിഞ്ഞപ്പോ അടുത്തൊരു ഡിസ്കഷൻ ആണ്. വിഷുക്കണി കാണിച്ച സാധനങ്ങളെല്ലാം ഓരോരുത്തർ അടിച്ചു മാറ്റി. ചക്കേ മാങ്ങയല്ലേ പോട്ടേന്ന് വെക്കാം. പൻസിവ പറയാണ്, വാൽക്കണ്ണാടി വരെ അടിച്ചു മാറ്റിയ ടീംസിനെ എനിക്കറിയാം. അപ്പൊ സായി കഴിഞ്ഞ ബിരിയാണി ടാസ്ക് വന്നില്ലേ, അതിൽ ബിരിയാണി അരി അടിച്ചു മാറ്റിയവരെ എനിക്കറിയാം. ബിരിയാണി ചലഞ്ചിൽ റൈസ് അടിച്ചു മാറ്റി. എന്തുവാടേ കള്ളന്മാരാണ് പിടിച്ച് ബിഗ് ബോസ് ഹൗസിൽ കയറ്റി വിട്ടാണ്. ശ്രീതു വേണ്ട, നീ പറയണ്ട. ഇൻഫ്ലുവൻസ് ആരതൊക്കെ എതുക്ക് പൊസസീവ് ആവണം? പോസസീവ്നെസ് എന്റെ ശ്രീതു അവനെങ്ങാനും ആണെങ്കിൽ ലൈഫ് ലോങ് നീ അവനെ സഹിക്കേണ്ടി വരും. പോസസീവ്നെസ് സഹിക്കേണ്ടി വരും. ടോക്സിക് പീപ്പിൾ ആണ് ടോക്സിക് പീപ്പിൾ. നമുക്ക് അവരായിട്ടൊരു ബന്ധം വേണ്ട. പിന്നെ പറഞ്ഞാണ് ആയത്. ടോക്സിക് അല്ലാത്ത പോസസീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ടോക്സിക് ഒന്നും അല്ല കേട്ടോ. ഞാൻ അങ്ങനെ പറയുമ്പോഴത്തേന് പിന്നെ നീ അല്ല, അർജുന ഫസ്റ്റ് പറഞ്ഞു. ഇവർക്ക് രണ്ടുപേർക്കും പുറത്ത് വേറെ ലൈൻ ഉണ്ടെന്നും ഇവിടെ വന്ന് ഇവര് ഈ പ്രണയ നാടകവും ഈ ഫ്രണ്ട്ഷിപ്പ് നാടകവും ഒക്കെ അഭിനയിച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്ന് എത്ര പേർക്ക് അറിയാം? ഇതൊക്കെ എത്ര നമ്മൾ കണ്ടേ, ഇതൊക്കെ അഭിനയമാണ്. നിങ്ങളിതൊന്നും വിശ്വസിക്കരുത് സുഹൃത്തുക്കളെ, എല്ലാം ഉണ്ടായിപ്പ. അങ്ങനെ പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായി വന്ന ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 39 റിയാക്ഷൻ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് എപ്പിസോഡ് 40 റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാം. നാളെ തൊട്ട് വീഡിയോ നേരത്തെ വരുന്നതാണ്. ഇതെന്റെ വാക്കാണ്. എന്റെ വാക്ക് പഴയ ചക്കം കണക്കാൻ നിങ്ങൾ പറയരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ